ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മളുടെ വീഡിയോ ചിറ്റാമൃത് എന്ന ഒരു ഔഷധ ചെടിയുടെ നിങ്ങളറിയാത്ത ചില ഗുണങ്ങളെക്കുറിച്ചാണ്. ചിറ്റാമൃതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് വേലിയമ്മലും മറ്റു മരങ്ങളിലൊക്കെ പടർന്ന് പന്തലിച്ച് വരുന്ന ഒരു ചെടിയാണ്. ഈ ചിറ്റാമൃതിനെ കുറിച്ചും ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും അധികം ആർക്കും അറിയാൻ വഴിയില്ല. ഈ മരുന്നിന് നിങ്ങൾ കേട്ടതും കേൾക്കാത്തതുമായ ചില ഗുണങ്ങൾ കൂടിയുണ്ട്. ഇതിൻ്റെ ഗുണങ്ങളറിഞ്ഞാൽ ആരായാലും ഒരു തൈ സ്വന്തം വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കും. ഈ ചിറ്റാമൃത് പലരുടെയും വീടുകളിൽ ഏതൊക്കെയൊക്കെ നിൽക്കുന്നുണ്ടാവും. പക്ഷേ ഈ മരുന്ന് എന്താണെന്നും ഇതെന്തിനുള്ളതാണെന്നൊന്നും ആർക്കറിയില്ല. ഈ മരുന്ന് ഇത് എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെ കഴിക്കണം എന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. നിങ്ങൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതിനു മുൻപ് ഈ വീഡിയോ കാണുന്ന എൻ്റെ പുതിയ കൂട്ടുകാരോട് പറയാനുള്ളത്, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ വീട്ടിൽ ഒരു മരം നിന്നിരുന്നു. അതും നിറയെ ചിറ്റാമൃതമായിരുന്നു. ആ മരം ആണിപ്പോൾ അടുത്ത് ഈ മഴയത്ത് അത് മറിഞ്ഞു വീണത്. അതിൽ നിറയെ ചിറ്റാമൃതമായിരുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഇത് അവിടെ കിടന്ന് തന്നെ പൊട്ടി മുളയ്ക്കുന്നുണ്ട്. ഇതിങ്ങനെ കുഴിച്ചിടുന്നു വേണ്ട, ഇത് വെറുതെ ഇട്ടാൽ മതി മണ്ണിൽ, അവിടെ കിടന്ന് മുളയ്ക്കും. ഇതിൻ്റെ ഇല കണ്ടോ നിങ്ങൾ? ഈ ഇല ഞങ്ങൾ ചില കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. ഈ വാതപ്പുളം, വലിയ ചൂടുകുരു എന്നൊക്കെ പറയും. അത് പൊട്ടിക്കിട്ടാൻ ഇതിൻ്റെ ഇല നടുക്കിൽ ചെറിയ ഹോൾ കുടച്ച് ഈ ഇലയിൽ പശുനെയ്യ് പരട്ടി വെച്ച് കഴിഞ്ഞാൽ ആ വാതപ്പുളം പെട്ടെന്ന് പഴുത്ത് അത് പൊട്ടിപ്പോകും. ഇതുപോലെ പല കാര്യങ്ങൾക്കും ഈ ചിറ്റാമൃത് എന്ന ഈ ഔഷധ ചെടി പലരും ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഇത് കാട് പിടിച്ചിട്ടാണ് നിന്നിരുന്നത്, എല്ലാം താഴെ വീണു. പലരും ഇത് ഇവിടുന്ന് കൊണ്ടുപോയി ചാക്കിലാക്കി. ചിലർ അത് മരുന്ന് ഷോപ്പിൽ കൊണ്ടുകൊടുത്തു, ആയുർവേദിക് ഷോപ്പിൽ കൊണ്ടുകൊടുത്തു, മറ്റൊരു മരുന്നിനായിട്ട് കൊണ്ടുപോയി. എന്നിട്ടും ബാക്കിയാണ് ഈ കിടക്കുന്നതൊക്കെ. ഈ ചിറ്റാമൃതിൻ്റെ മരുന്ന് ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും യൂറിക് ആസിഡിൻ്റെ അസുഖമുള്ളവർക്കും പിന്നെ ഈ കൃമിശല്യം, കഫക്കെട്ട് എന്നീ അസുഖങ്ങളുള്ളവർക്കും ഈ മരുന്ന് ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഈ കരളുമായിട്ടുള്ള രോഗങ്ങൾക്ക്, മൂത്രാശയ രോഗങ്ങൾക്ക്, ശ്വാസമുട്ട് എന്നീ അസുഖങ്ങളുള്ളവർക്കും ഇത് വളരെ നല്ലതാണ്. ഇനി ഈ മരുന്ന് ഇത് എങ്ങനെ ഉണ്ടാക്കണ്ടതെന്ന് പറയാം. ചിറ്റാമൃതിൻ്റെ തണ്ട് ചെറുതായി ഒന്നരിഞ്ഞ് അത് തലേദിവസം ചതച്ച് കുറച്ച് വെള്ളത്തിലിട്ട് വയ്ക്കുക. പിറ്റേ ദിവസം അതിൽ സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി മിക്സാക്കി ആ വെള്ളം കുടിച്ചാൽ നമ്മുടെ ശരീരത്തിലെ രക്തത്തിൽ ഉണ്ടാകുന്ന പഞ്ചസാരയുടെ അളവ് വളരെയധികം കുറഞ്ഞ് ഷുഗറിന് വളരെ മാറ്റം കാണിക്കും. ഇവിടെ പണ്ട് മുതൽ നമ്മുടെ കാരണന്മാരൊക്കെ ഇങ്ങനെ ഉപയോഗിച്ച് വരാറുണ്ട്. ഈ ചിറ്റാമൃതിൻ്റെ വേരുകളും മരുന്നിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഈ ചിറ്റാമൃതിൻ്റെ തണ്ട് ചെറുതായി കഷ്ണങ്ങളാക്കിയിട്ട് അത് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നതും അതും വളരെ നല്ലതാണ്. ഈ മരം വീണ് ചിറ്റാമൃതൊക്കെ താഴെ വീണപ്പോൾ മനസ്സിൽ തോന്നിയതാണ്. ഇതൊരു വീഡിയോ പിടിച്ച് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പിന്നെ മറ്റുള്ളവർക്കും ഗുണമാവട്ടെ എന്ന് കരുതി ഷെയർ ചെയ്യണം എന്ന്. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്. നമ്മൾ ഈ മരുന്ന് വെച്ച് കഴിച്ചാൽ മാത്രം പോരാ,
ഇതിൻ്റെ കൂടെ നന്നായിട്ട് വ്യായാമം ചെയ്യണം. രാവിലെ നടക്കുക, യോഗ ചെയ്യുക, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി ചെയ്താലാണ് ഈ മരുന്ന് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് ഗുണം ചെയ്യുള്ളൂ. അല്ലാതെ നിങ്ങൾ ഈ മരുന്ന് മാത്രം കഴിച്ച് ഈ അസുഖം ഭേദപ്പെടും എന്ന് നോക്കിയിരിക്കരുത്. കൂടെ വ്യായാമം കൂടി ചെയ്ത് മുന്നോട്ട് പോയാലേ ഈ അസുഖം വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. പുതിയതായി ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അത് മറക്കരുത്.